IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഇത് പറയുമ്പോൾ നമുക്ക് പലർക്കും ഈ വേർഡ് പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ഈ പ്രശ്നം. പക്ഷെ ഇത് ആക്ച്വലി ചില സമയങ്ങളിൽ ഡയഗ്നോസിസിന് വ്യത്യാസം വരാറുണ്ട്. നോർമലി നമുക്ക് IBSന് ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹിപ്നോതെറാപ്പി എന്നുള്ളത്. പക്ഷേ ചിലരുടെ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നോർമലി ടോയ്ലറ്റിൽ പോകേണ്ടി വരാറുണ്ട്, പക്ഷെ യാത്രക്കിടെ എനിക്ക് പലപ്പോഴും അത് പറ്റാറില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിന്റെ തോട്ടാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കൺട്രോൾ ചെയ്തുകൊണ്ട്, എനിക്കിപ്പം യാത്രകൾക്കിടയിൽ അങ്ങനെ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നാറില്ല. എനിക്ക് വേണമെന്ന് വിചാരിക്കുന്ന സമയത്ത്, ഞാൻ പോകാൻ റെഡിയാവുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ടോയ്ലറ്റിൽ പോകണേ. അല്ലാതെ വീട്ടിലുണ്ട സമയത്ത് ഞാൻ അത് കൃത്യമായിട്ട് പോകുന്നത്. അത് IBS ആണോ? അതോ അല്ലെങ്കിൽ നമുക്കൊരു എക്സാം നടക്കാൻ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ടെൻഷനായിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാനായിട്ട് തോന്നുന്നുണ്ട്, അത് IBS ആണോ? അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇടയ്ക്കിടെ ടോയ്ലറ്റിൽ പോകുന്നത് IBS ആണോ? സത്യം പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളും IBS അല്ല. IBS എന്ന് പറയുന്നത് നമുക്ക് ടെൻഷൻ വരുമ്പോഴോ, അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൈജഷൻ ശരിയാവാതെ വരുമ്പോഴോ ഇടയ്ക്കിടെ ടോയ്ലറ്റിൽ പോകുന്ന ഒരു കാര്യത്തെയല്ല IBS എന്ന് പറയുന്നത്. IBS എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രശ്നവുമില്ലാത്ത നോർമൽ ലൈഫിൽ ഇടയ്ക്കിടെ ടോയ്ലറ്റിൽ പോകാനായിട്ട് തോന്നുന്നത്, അത് ടോയ്ലറ്റിൽ പോവുകയും ചെയ്യും. ഭയങ്കരമായിട്ട് ഡെയിലി ലൈഫിനെ ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് അത് IBS എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ പലരും പല ട്രീറ്റ്മെന്റും എടുക്കാറുണ്ട്. നമ്മളിപ്പോൾ ഏതൊരു കാര്യത്തിനും ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അതിന്റെ റൂട്ട് കോസ് ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നീടും അത് ട്രിഗർ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ വീണ്ടും ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിപ്പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ റൂട്ട് കോസ് കണ്ടുപിടിക്കാനാണ് ആദ്യം നോക്കുക. എൻ്റെ അടുത്ത് പാലക്കാട് നിന്നിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്ക് IBS ആണ്. ഒരു 3-4 വർഷമായിട്ട് അയാൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് അവരുടെ ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. ഹിപ്നോതെറാപ്പി കുറച്ചുകൂടി നല്ല ഫലപ്രദമാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്നതാണ്. നോർമലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എടുത്ത ഒരു തെറാപ്പിക്ക് വേണ്ടി വരുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു കാര്യം, അവർക്ക് റീസെന്റ് ഇത് സ്റ്റാർട്ട് ചെയ്തതാണോ, അതല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റൂട്ട് കോസ് എന്താണ് ഇവരിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത എന്തുകൊണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ വന്നപ്പോഴും നമ്മൾ അങ്ങനെ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ 4 മക്കളാണ്, 4 ആൺകുട്ടികളാണ്. അപ്പം ഇളയ കുട്ടിയാണ് ഇവൻ. ആളുടെ കൊച്ചിലെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മൂത്ത ജ്യേഷ്ഠന് ഭയങ്കര പേടിയായിരുന്നു. കാരണം മൂത്ത ജ്യേഷ്ഠൻ നന്നായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ കുട്ടികളെ മുഴുവൻ പഠിപ്പിക്കുന്ന ജോലി അദ്ദേഹത്തിനായിരുന്നു. അപ്പോൾ ഇവന് രമേശ് എന്ന ക്യാരക്ടറിന് ഒട്ടും മാത്സ് അറിയില്ല. മാത്സ് ഭയങ്കര ടഫാണ്. മാത്സ് പഠിപ്പിക്കാനാണ് ചേട്ടൻ വിളിച്ചിരുത്തുന്നത്. പക്ഷെ ഒന്ന് പറഞ്ഞ 2ാം വാക്കിന് ചേട്ടൻ നന്നായിട്ട് തല്ലുമായിരുന്നു, അല്ലെങ്കിൽ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ അറ്റാക്ക് ചെയ്യുമായിരുന്നു കുട്ടിയെ. അപ്പൊ ഇതിന് പേടിയാണ്. അല്ലെങ്കിൽ അവനവന്റെ സമയം കളഞ്ഞിട്ടാണ്, ഞാൻ പഠിക്കാനുള്ള സമയം കളഞ്ഞിട്ടാണ് നിനക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നൊരു തോന്നലും ഉണ്ടായിരുന്നു. പക്ഷെ മാത്സ് പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞത് മുഴുവൻ പേടിയായിരുന്നു. മാത്സിനോട് തന്നെ വെറുത്തുപോയി. അപ്പോൾ ഈ കുട്ടി ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടൻ എപ്പോഴാണോ പഠിപ്പിക്കാൻ വരുന്ന സമയത്ത് ഈ സമയത്ത് ഈ കുട്ടി ടോയ്ലറ്റിൽ പോകും. എനിക്ക് വയറ് വേദനിക്കുന്നു, ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഈ കുട്ടി വാശി പിടിച്ച് ടോയ്ലറ്റിൽ ചെന്നിരിക്കാറുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ മനസ്സിൽ ഇത് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് ജ്യേഷ്ഠനും അതിനോടുള്ള ഭയമാണ് ഇതിലെ റൂട്ട് കോസ് എന്ന് നമുക്ക് മനസ്സിലായി. ഹിപ്നോട്ടിക് കൗൺസിലിംഗിൽ ചില സമയങ്ങളിൽ നമ്മൾ ഗെയ്സ് ഹിപ്നോസിസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് കണ്ണുകൾ അടയ്ക്കാതെ തന്നെ ഇവരെ നമ്മുടെ മുന്നിലിരിക്കുന്ന ക്ലയന്റിനെ ഹിപ്നോസിസിലേക്ക് കൊണ്ടുപോകുന്ന രീതി, ട്രാൻസിലോട്ട് കൊണ്ടുപോകുന്ന രീതി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവര് കുട്ടിക്കാലത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെയും ജ്യേഷ്ഠനെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിൽ ഈ കുട്ടി വിറച്ചിരുന്നു. അതുപോലെ തന്നെ വിക്ക് അനുഭവപ്പെട്ട പോലെ തോന്നിയിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് സംസാരിക്കുന്നതിനിടയിൽ ഇവർക്കൊരു 4 വർഷത്തോളം IBSന്റെ ഒരു ലക്ഷണങ്ങളും ഇവർ കാണിച്ചിരുന്നില്ല. അപ്പൊ സംശയം എന്തുകൊണ്ടാണ് ഈ 4 വർഷം ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വന്നത്? നോർമലി കുട്ടിക്കാലം മുതൽ ഒരു 10-12 വയസ്സ് തൊട്ടേ ഈ കുട്ടിയിൽ IBSന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴുണ്ട്. ഈ 35 വയസ്സിലും ഇവർക്കുണ്ട്. ഇവരിപ്പോൾ വർക്ക് ചെയ്യുന്നത് പളനിയിലാണ്. പക്ഷെ പളനിയിൽ നിൽക്കുമ്പോൾ ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം ഇവർ വീട്ടിൽ വന്നാൽ വീണ്ടും IBS പ്രകടമായി തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താണ് കാരണം? വീട്ടിൽ വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? IBSന്റെ പ്രകടമായ ലക്ഷണങ്ങൾ കാണുന്നു, ഡെയിലി ലൈഫ് ഇയാൾക്ക് ബുദ്ധിമുട്ടായി തീർന്നു. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിൽക്കാതെ പെട്ടെന്ന് വീട്ടിൽ വന്ന്, ഭാര്യ മക്കളുണ്ട് വീട്ടിൽ, അപ്പോൾ എന്നിട്ട് പോലും അവരുടെ കൂടെ നിൽക്കാതെ അവർ വീണ്ടും പളനിയിലേക്ക് തന്നെ തിരിച്ചു പോവാണ് പതിവ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ? അതായിരുന്നു ചോദ്യം.
ഗേസ് ഹിപ്നോസിസിനിടയിൽ, അതായത് ട്രാൻസ്ലേറ്റ് കൊണ്ടുപോകുന്ന ആ ടൈമിൽ 4 വർഷത്തോളം ഇവർക്ക് IBS ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ ടൈമിൽ IBS ഇല്ലാതിരുന്നത്? അതറിയുകയായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 4 വർഷം ഇവരുടെ കൂടെ ചേട്ടനില്ലായിരുന്നു. ചേട്ടൻ്റെ പ്രസൻസോ ചേട്ടനെ കുറിച്ചുള്ള സംസാരങ്ങളോ ഈ 4 വർഷം ഇവരിൽ ഇല്ലാതിരുന്ന സമയത്ത് ഇവർക്ക് IBSൻ്റെതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും കാണിച്ചിരുന്നില്ല. ഇപ്പോൾ വീണ്ടും തുടങ്ങാനായിട്ടുള്ള കാരണം എന്താ? കാരണം ഇവർ തറവാട്ട് വീട്ടിലാണ് താമസിക്കുന്നത്. ജ്യേഷ്ഠനും ഫാമിലിയും ഇവരുടെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ജ്യേഷ്ഠൻ്റെ പ്രസൻസ് ഇപ്പോഴും ഇവരിൽ പേടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് വീണ്ടും IBSൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. ഇവർക്ക് വേണ്ടിയിരുന്നത് ഏജ് റിഗ്രഷൻ ആയിരുന്നു. അപ്പോൾ ആ ടൈമിലേക്ക്, ആ തെറാപ്പിയിലേക്ക് അവരെ കൊണ്ടുപോയി 35 വയസ്സിൽ നിന്ന് പതിയെ ഒരു 12 വയസ്സിന് മുൻപ് വരെ ഓരോ കാര്യങ്ങളിലൂടെയും കൊണ്ടുപോയി ഏജിലെത്തിച്ച് അപ്പോൾ നടന്ന ഓർമ്മയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി റിവൈസ് ചെയ്ത് അവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും അവരെ 30-35 വയസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ധൈര്യത്തെ, കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട്, സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിച്ചുകൊണ്ട് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചു. കേസ് എന്നുള്ളത് നമുക്ക് ഒരു മെഡിക്കേഷനും അതിന് സാധ്യമല്ലാതായിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഹിപ്നോതെറാപ്പിയിലൂടെ അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തുകയും അത് മനസ്സിൽ നിന്ന് കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന ക്ലയൻസിനെ എത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ IBS പൂർണ്ണമായിട്ടും നമുക്ക് ഡെയിലി ലൈഫിനെ ബാധിക്കാത്ത വിധത്തിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ.